പുതിയതായിട്ട് ബൊട്ടിക്കും അതുപോലെ തന്നെ ഫാഷൻ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്താമെന്നും അങ്ങനെ കണ്ടെത്തിയ ക്യാപിറ്റൽ എങ്ങനെ വിനിയോഗിക്കണമെന്നും ഉള്ളതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നെ വിളിക്കുന്ന മിക്ക ആളുകളും ഈ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വേണം. നമ്മളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഏത് സ്ഥലത്താണോ എന്ന് വെച്ചാൽ ആ ഏരിയയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും നമ്മൾ രജിസ്ട്രേഷൻ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് MSMEയിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. അത് നിങ്ങൾക്ക് ഉദ്യം ആധാർ എന്ന പോർട്ടലിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഇങ്ങനെ രജിസ്ട്രേഷൻ നടത്തുന്നതിലൂടെ നമുക്ക് ഒരുപാട് ലോണിലും സബ്സിഡികളും അതുപോലെ തന്നെ കറണ്ട് ബില്ലിലും ഒക്കെ ഒരുപാട് സബ്സിഡികൾ ലഭിക്കാനായിട്ട് അത് ഉപകരിക്കും. ഇനി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണോ യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിലാണോ അതോ ലീസിന് എടുത്തിട്ടുള്ള ബിൽഡിങ്ങിലാണോ നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു എമൗണ്ട് അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു 3 മാസത്തെ വാടക അല്ലെങ്കിൽ റെൻറ്റ് നമ്മളുടെ കയ്യിൽ എപ്പോഴും കരുതിയിട്ടുണ്ടാവണം. കാരണം നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ അത് ബിസിനസ് ഭയങ്കരമായിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻവെൻട്രി ആണ്. ഇപ്പോൾ നിങ്ങൾ ലോൺ എടുത്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ 90% ഓഫ് ദി ലോൺ എമൗണ്ടും നമുക്ക് പോകുന്നത് നമ്മുടെ മെഷീനറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിലോട്ട് അത് ലഭിക്കുകയില്ല. 10% മാത്രമായിരിക്കും നമ്മളുടെ കയ്യിലോട്ട് ലഭിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് ആണ്. നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ഇനീഷ്യൽ ക്യാപിറ്റൽ വേണ്ടി വരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഇനീഷ്യൽ ക്യാമ്പയിനൊക്കെ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും കുറച്ച് എമൗണ്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡിങ് നമ്മൾ ചെയ്യണം. നമ്മളുടെ ഒരു പേര് നമ്മളുടെ ബ്രാൻഡിങ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരു ബ്രാൻഡ് നെയിമിൽ വേറെ ആരെങ്കിലും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ് മാർക്കിൽ നമ്മളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പോർട്ടലിൽ പോയിട്ട് നമ്മുടെ പേര് ഇത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റാഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമുക്ക് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ സാലറി എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ അത് നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു 2-3 മാസത്തേക്കുള്ള ഒരു ഇനീഷ്യൽ സാലറി എല്ലാം നമ്മൾ കരുതിയിട്ടുണ്ടായിരിക്കണം. സോ ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ വിനിയോഗിക്കേണ്ട മേഖല എന്ന് പറയുന്നത്. സോ ഒരു ഫാഷൻ ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം മാത്രമേ ആ ഫണ്ട് വിനിയോഗിക്കാനായിട്ട് തുടങ്ങാവുള്ളൂ.